ഹലോ മക്കളെ, അപ്പൊ നമ്മൾ വർക്കിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ പഠിച്ചിട്ടുള്ളത്? നമ്മൾ മെയിൻ ആയിട്ട് ഇതിനകത്ത് പ്രൈം മിനിസ്റ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് പഠിച്ചു. അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ്, പവേഴ്സ് എന്താന്ന് പഠിച്ചു അല്ലെ. അതാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പ് നമ്മൾ എങ്ങനെയാണ് ഒരു നിയമം പാസ്സാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജുഡീഷ്യറി. എങ്ങനെയാണ് ജുഡീഷ്യറി വർക്ക് ആവുന്നതെന്നാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യകത എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇമാജിൻ ഇഫ് ദർ വാസ് നത്തിങ് ലൈക്ക് സുപ്രീം കോർട്ട് ഇൻ ദ കൺട്രി. ഓക്കെ, നമ്മുടെ രാജ്യത്ത് സുപ്രീം കോർട്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ലായിരുന്നെങ്കിലോ? Even if there was a Supreme Court, if it had no power to judge actions of the government. ഇനി അഥവാ സുപ്രീം കോർട്ട് ഉണ്ട്, പക്ഷെ ഗവൺമെന്റ് എന്ത് ചെയ്തു കഴിഞ്ഞാലും സുപ്രീം കോർട്ടിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലോ? അതുപോലെ തന്നെ even if it had the power, if no one trusted the Supreme Court to give a fair verdict. അതായത് ഇപ്പം സുപ്രീം കോടതിന് പവർ ഉണ്ടെന്ന് വിചാരിച്ച, പക്ഷെ ആരും സുപ്രീം കോടതി ആൾക്കാർക്ക് വിശ്വാസം ഇല്ല. അപ്പൊ ഈവൻ നമുക്കിപ്പോ ഹൈക്കോർട്ടില് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുപ്രീം കോർട്ടിലേക്ക് അപ്പീൽ പോവാൻ വേണ്ടി പറ്റും. പക്ഷെ ആൾക്കാർക്ക് സുപ്രീം കോർട്ടില് വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിലോ? അപ്പം അത് even if it gave a fair judgment, if those who appealed against the government or did not accept the judgment. അതേപോലെ തന്നെ നമ്മൾ സുപ്രീം കോർട്ടിന്റെ സുപ്രീം കോർട്ട് പറയുന്ന കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ? അപ്പം നമുക്ക് ഇന്ത്യയിലെ ജുഡീഷ്യറി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ജുഡീഷ്യറി ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മുടെ ജുഡീഷ്യറി എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം നമുക്ക്. So this is why an independent and powerful judiciary is. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. നമ്മുടെ ജുഡീഷ്യറി പവർഫുളുമാണ്, ഇൻഡിപെൻഡന്റുമാണ്. ഓക്കെ, ജുഡീഷ്യറി എന്താണ്? പവർഫുളുമാണ്, ഇൻഡിപെൻഡന്റുമാണ്. Independent and powerful judiciary is considered essential for democracies. അത് ഡെമോക്രസിയിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണ്? ഇപ്പം ഗവൺമെന്റും പീപ്പിളും തമ്മിൽ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജുഡീഷ്യറിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ജുഡീഷ്യറി ഗവൺമെന്റിന്റെ കീഴിലാ വരുന്നതെന്നുണ്ടെങ്കിൽ പീപ്പിൾ പോയിട്ട് ജുഡീഷ്യറിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം ജുഡീഷ്യറി എന്ന് പറയുന്ന കാര്യം എന്താണ്? ഇൻഡിപെൻഡന്റുമാണ്, അതുപോലെ തന്നെ പവർഫുള്ളുമാണ്. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് ആരുടെ ഡെസിഷനാണ് നമ്മൾ അൾട്ടിമേറ്റ് ഡെസിഷൻ ആയിട്ട് കണക്കാക്കുക? അല്ലെ, ജുഡീഷ്യറി അല്ലെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സുപ്രീം കോടതി, ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലെ. So this is why an independent and powerful judiciary is considered essential for democracies. All the courts at different levels in a country put together are called judiciary. അപ്പൊ ജുഡീഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓൾ കോർട്സ്, എല്ലാ കോർട്സും അറ്റ് ഡിഫറെന്റ് ലെവൽസ്, എല്ലാ ലെവലിലുള്ള കോർട്ട്, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, അതിന് താഴേക്കുള്ള എല്ലാ കോടതികളും എന്താണ് വരുന്നതാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഇന്ത്യൻ ജുഡീഷ്യറി കൺസിസ്റ്റ് ആരൊക്കെയുള്ളത്? സുപ്രീം കോർട്ട് ഫോർ ദ എൻറ്റയർ നാഷൻ, ഹൈ കോർട്ട്സ് ഇൻ ദി സ്റ്റേറ്റ്സ്, ഡിസ്ട്രിക്ട് കോർട്ട് ആൻഡ് ദി കോർട്ട്സ് അറ്റ് ലോക്കൽ ലെവൽ. അപ്പം ഇന്ത്യയിലെ ജുഡീഷ്യറി എങ്ങനെയാ വരുന്നത്? മൊത്തം നാഷന് വേണ്ടിയിട്ട് സുപ്രീം കോർട്ട് ഉണ്ട്, ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ട് ഹൈക്കോർട്ട് ഉണ്ട്, ഓരോ ജില്ലയ്ക്കും ഡിസ്ട്രിക്ട് കോർട്ട് ഉണ്ട്, പിന്നെ ലോക്കൽ ലെവലിലുള്ള കോർട്ടുകളും ഉണ്ട്. And India has an integrated judiciary. It means Supreme Court control the judicial administration. Okay, Supreme Court ആണ് judicial administration control ചെയ്യുന്നത്. Its decisions are binding on all other courts of the country. It can take up any dispute between citizens of the country, between citizens and government, between two or more state governments, and between governments at the union and state level. അപ്പം ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ, if it's decision binding all other courts of the country, എന്തൊക്കെ ഡിസ്പ്യൂട്ട്സ്, ആരൊക്കെ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് സോൾവ് ചെയ്യാൻ പറ്റും? സിറ്റിസണും കൺട്രിയും, സിറ്റിസൺസ് ഓഫ് ദ കൺട്രി അല്ലെ, സിറ്റിസൺസിന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, സിറ്റിസൺസും ഗവൺമെന്റും തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടു ഓർ മോർ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് അല്ലെ, ഇപ്പൊ കേരളവും തമിഴ്നാടും ആയിട്ട്, അല്ലെങ്കിൽ കേരളവും കർണാടകയായിട്ട്, അല്ലെങ്കിൽ കേരളവും വേറെ, അപ്പം ബിറ്റ്വീൻ വേറെ സ്റ്റേറ്റ്, രണ്ട് സ്റ്റേറ്റുകളും തമ്മിലുള്ള
പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബിറ്റ്വീൻ ഗവൺമെന്റ്സ് അറ്റ് ദി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും തമ്മിൽ, അപ്പൊ കേരളവും ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റും തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അങ്ങനെ എവിടെ എന്തൊക്കെ ആര് തമ്മിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റും? സുപ്രീം കോർട്ടിന് പറ്റും. Okay, it is the highest court of appeal in civil and criminal cases. It can bear appeals against decisions of the high court. അപ്പം ഹൈക്കോർട്ടിന്റെ എന്തെങ്കിലും ഡെസിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സുപ്രീം കോർട്ടിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അപ്പീൽ പോകാൻ വേണ്ടി പറ്റും. സുപ്രീം കോർട്ടിലേക്ക് നമുക്ക് അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. Judges do not act on the direction of the government or according to the wishes of the party in power. ഈ കോർട്ടിലുള്ള ജഡ്ജിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോടതിക്ക് ഒരു നീതിന്യായത്തിന് ഒരു ജഡ്ജി ഉണ്ടാവൂലെ, ഈ ജഡ്ജിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് പറയുന്നത് പോലെ കേൾക്കണം എന്നില്ല. ഗവൺമെന്റ് അല്ല സുപ്രീം, അത് ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ. അപ്പൊ അത് സ്വന്തമായി സ്വതന്ത്ര നിലപാടാണുള്ളത് അല്ലെ, ന്യായം നോക്കിയിട്ട് പറയാ. അതാണ് സുപ്രീം കോർട്ട്, അതാണ് കോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് ആരാണ്, അല്ലെ ഗവൺമെന്റ് എന്താണ് പറയുന്നത്, ഗവൺമെന്റിന്റെ ഭാഗത്താണ് ന്യായം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ സൈഡാണ് പറയാ. അതേ സ്ഥാനത്ത് ജനങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഭാഗത്താണ് പോവുക. അപ്പം ഗവൺമെന്റ് ഇന്ന ആളായതുകൊണ്ട്, അല്ലെ ഗവൺമെന്റ് ഇന്ന പാർട്ടി ആയതുകൊണ്ട്, ഇന്ന പാർട്ടി ഭരണത്തിലുള്ളത് കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയല്ല. കോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. Okay, so that is why all modern democracies have courts that are independent of the legislature and the executive. India has achieved this. The judges of the Supreme Court and the High Courts are appointed by the President. നമ്മൾ പറഞ്ഞു അല്ലെ, ഫസ്റ്റ് പ്രസിഡന്റിന്റെ ഡ്യൂട്ടീസ് പറഞ്ഞപ്പോ അവിടെ പഠിച്ചതാ. പ്രസിഡന്റ് ആണ് ആരെ? ജഡ്ജിനെ, ഹൈക്കോർട്ടിന്റെ ജഡ്ജ് ആയിക്കോട്ടെ സുപ്രീം കോർട്ടിന്റെ ജഡ്ജിനെ ഒക്കെ ആയാലും അപ്പോയിന്റ് ചെയ്യുന്നത് ഓൺ ദ അഡ്വൈസ് ഓഫ് പ്രൈം മിനിസ്റ്റർ ആൻഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ദി സുപ്രീം കോർട്ട്. അപ്പം സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോർട്ടിന്റെ കൺസൾട്ടേഷനും അതുപോലെ തന്നെ ടേക്കിംഗ് അഡ്വൈസ് ഫ്രം പ്രൈം മിനിസ്റ്റർ. ആരാണ് ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ടിനെയും ഹൈക്കോർട്ടിനെയും നിയമിക്കുന്നത്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ആണ്. അപ്പം പ്രസിഡന്റിന് അത്രയും വലിയ പവർ ഉണ്ട്. In practice, it now means that the senior judges of the Supreme Court select the new judges of the Supreme Court and the High Courts. There is very little scope for interference by the political executive. The senior most judge of the Supreme Court is usually appointed the Chief Justice. അപ്പം Chief Justice of Supreme Court എന്ന് പറയുന്നത് ആരാണ്? Senior most judge of the Supreme Court ആണ്. And once a person is appointed as judge of the Supreme Court or the High Court, it is nearly impossible to remove him or her from that position. അപ്പം ഒരു വട്ടം നമ്മള് സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജായിട്ട് നമ്മളല്ല പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ ആ സ്ഥാനത്തൊന്നും മാറ്റുക എന്ന് പറയുന്നത് impossible ആണ്. Okay, impossible ആണ്. It is as difficult as removing the president of India. അത് ഇന്ത്യൻ പ്രസിഡന്റിനെ മാറ്റുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും എന്താണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. A judge can be removed only by an impeachment motion passed separately by 2/3 members of the two houses of the parliament. It has never happened in the history of Indian democracy. Indian democracy ന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് ഇതുവരെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സുപ്രീം കോടതിയിൽ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ജഡ്ജിനെ മാറ്റിയ ചരിത്രമില്ല. And the judiciary in India is also one of the most powerful in the world. The Supreme Court and the High Court have the power to interpret the constitution of the country. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ ഒരു കൺട്രിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്റർഫിയർ ചെയ്യാനുള്ള ഒരു റൈറ്റ് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിനുമാണ്. They can declare invalid any law of legislature or the actions of the executive, whether at the union level or at state level, if they find such a law or action is against the constitution. Constitution against ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ലോ ഇൻവാലിഡ് ആക്കാനുള്ള ഒരു പവർ ഉണ്ട്. Okay. Thus,
They can determine the constitutional validity of any legislation or action of the executive in the country when it is challenged before them. This is known as judicial review. Judicial review. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ജഡ്ജസ് ക്യാൻ ഡിറ്റർമൈൻ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് എനി ലെജിസ്ലേഷൻ ഓർ ആക്ഷൻ ഓഫ് ദി എക്സിക്യൂട്ടീവ് ഇൻ ദ കൺട്രി when it is challenged before them. This is known as judicial review എന്ന് പറയുന്നത്. Supreme Court of India has also ruled that the core or basic principles of the Constitution cannot be changed by the Parliament. The powers and the independence of the Indian judiciary allow it to act as the guardian of the fundamental rights. Okay. In recent years, the courts have given several judgments and directions to protect public interest and human rights. കുറച്ച് റീസെന്റ് ആയിട്ട് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ കുറച്ച് ഡയറക്ഷൻസ് തന്നിട്ടുണ്ട് കോർട്ട്. Anyone can approach the court of public interest is heard by the actions of government. ഏതൊരാൾക്കും അല്ലെ ഗവൺമെന്റിന്റെ ആക്ഷൻ കാരണം ഏതെങ്കിലും ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും ആരെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദിസ് ഈസ് കോൾഡ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ഇതിനെയാണ് എന്ത് പറയാ? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയാ. അപ്പൊ എന്താ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് anyone can approach the courts if public interest is heard by the action of government. ഗവൺമെന്റിന്റെ ആക്ഷൻ കാരണം എന്തെങ്കിലും ഒരാളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് ഇൻട്രസ്റ്റ് ഹേർട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആരെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? കോടതിയെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതിനെയാണ് എന്ത് പറയാ? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. The courts intervene to prevent the misuse of the government's power to make decisions. കോർട്ട് എന്ത് ചെയ്യും? ഗവൺമെന്റ് അധികാരം ദുരുപയോഗം ചെയ്യാന്ന് വിചാരിച്ചു. ആ ഗവൺമെന്റിന് പവർ ഉണ്ട്, ആ പവർ എന്ത് ചെയ്യാണ്? മിസ്യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ദുരുപയോഗം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് ആരാണ് അവിടെ ഇന്റർവീൻ ചെയ്യാം? കോടതി ഇടപെടും. ഓക്കെ, കോടതി ഇടപെടും. ഓക്കെ. The court intervene to prevent the misuse of the government's power to make decisions. They check malpractices on the part of public officials. Public officials എന്തെങ്കിലും malpractices ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. That is why the judiciary enjoys a high level of confidence among the people. Okay. ഇനി അപ്പൊ അത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സിമ്പിൾ സില്ലി ആയിട്ടുള്ള അല്ലെ, നിങ്ങൾക്ക് പൊളിറ്റിക്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടും അല്ലെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് ആൻഡ് ഓൾസോ എക്സിക്യൂട്ടീവ്സ്, എങ്ങനെയാണ് പ്രൈം മിനിസ്റ്റേഴ്സ്, പ്രസിഡന്റ്, ജുഡീഷ്യറി ഒക്കെ വർക്ക് ആവുന്നത് അല്ലെ, രാജ്യസഭ എന്താണ്, ലോകസഭ എന്താണ്, പാർലമെന്റ് എന്താണ്, ക്യാബിനറ്റ് എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് അല്ലെ, എങ്ങനെയാണ് നിയമങ്ങൾ പാസ്സാവുന്നത്. ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്ത് പോയത് അല്ലെ. ഇനി നമ്മൾ ഇതിനകത്ത് ഗ്ലോസറി പോലെയാണ് ഞാൻ ഇത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പുതുതായിട്ട് പഠിച്ച വേർഡുകൾ എന്തൊക്കെയാണിത് അർത്ഥമാക്കുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കഴിയും. ഓക്കെ. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോalition ഗവൺമെന്റ് ആണ്. കോalition ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഗ്ലോസറി ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓരോന്നും വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. Okay, coalition government. A government formed by alliance of 2 or more political parties, usually when no single party enjoys majority support of the members in a legislature. നേരത്തെ പഠിച്ചപ്പോഴേ പറഞ്ഞതാണ് എന്താ coalition government എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകമായിട്ട് ഒരു പാർട്ടിക്കും വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുതുകൾ ചേർന്നിട്ട് എന്ത് ചെയ്യും? ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ടീം ഫോം ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? coalition government എന്ന് പറയാം അല്ലെ. A government formed by the alliance of 2 or more political parties, usually when no single party enjoys majority support of the members in the legislature. അല്ലെ, ഒരു സിംഗിൾ പാർട്ടിക്ക് ഒരു മെജോറിറ്റി ഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മോർ ദാൻ 2 or more പാർട്ടീസ് ചേർന്നിട്ട് ഫോം ചെയ്യുന്നതാണ് coalition government എന്ന് പറയുന്നത്. ഇനി എക്സിക്യൂട്ടീവ് എന്താ? എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചപ്പോ പറഞ്ഞു പോയതാ, എ ബോഡി ഓഫ് പേഴ്സൺസ് ഹാവിംഗ് അതോറിറ്റി ഇൻ ഇനീഷ്യേറ്റ് മേജർ പോളിസീസ്, മേക്ക് ഡിസിഷൻസ് ആൻഡ് ഇംപ്ലിമെന്റ് ദം ഓൺ ദ ബേസിസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ലോസ് ഓഫ് ദി കൺട്രി. അപ്പം നമ്മുടെ കൺട്രീന്റെ കോൺസ്റ്റിറ്റ്യൂഷനെയും ലോസിനെയും ബേസ് ചെയ്തിട്ട് പല കാര്യങ്ങൾ അല്ലെ, ചില നിയമങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനുണ്ടാവും, ഡിസിഷൻസ് ചെയ്യാനുണ്ടാവും, അത് ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ടാവും, അത് എക്സിക്യൂട്ട് ചെയ്യാനുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, എക്സിക്യൂട്ടീവ് എന്ന് പറയാം അല്ലെ. എ ബോഡി ഓഫ് പേഴ്സൺ ഹാവിംഗ് അതോറിറ്റി ഇൻ ഇനിഷ്യേറ്റ് മേജർ പോളിസീസ്, make decisions and implement them on the basis of the constitution and laws of the country. Next, government ആണ് a set of institutions that have the power to make, implement and interpret laws so as to ensure an orderly life. In its broad sense, government administers and supervises over citizens and resources of a country. അപ്പൊ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, ഒരു സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവർക്ക് എന്തിനുള്ള പവർ ഉണ്ട്, ടു മേക്ക്, ഇംപ്ലിമെന്റ് ആൻഡ് ഇന്റർപ്രറ്റ് ലോസ് അല്ലെ. അവർക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റും, നിയമം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, നിയമങ്ങളിൽ ഇന്റർപ്രറ്റ് ചെയ്യാനും പറ്റും. ആൻഡ് അവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഓർഡർലി ലൈഫ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ആണ് എല്ലാ സിറ്റിസൺസിനെയും നമ്മുടെ കൺട്രിയുടെ റിസോഴ്സസിനെയും ഒക്കെ എന്ത് ചെയ്യുന്നത്, അഡ്മിനിസ്റ്റർ ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം കോalition ഗവൺമെന്റ് എന്താന്ന് കണ്ടു, എക്സിക്യൂട്ടീവ് എന്താന്ന് പറഞ്ഞു, ഗവൺമെന്റ് എന്താന്ന് പറഞ്ഞു. ഇനി ജുഡീഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജുഡീഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, any institution empowered to administer justice and provide a mechanism for the resolution of legal disputes. All the courts in the country are collectively referred to as judiciary. Judiciary എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പം all the courts of the country are collectively referred to as judiciary. ഇനി എന്താണ് legislature എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, an assembly of people's representatives with the power to enact laws for a country അല്ലെ. ഒരു പീപ്പിളിന്റെ റെപ്രസെന്റേറ്റീവ്സ് ചേർന്നിട്ടുള്ള ഒരു അസംബ്ലിയാണ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. അവർക്ക് എന്തിനുള്ള പവർ ഉണ്ട്, enact laws for a country. ഓക്കെ, അവർക്ക് ലോ ഇനാക്ട് ചെയ്യാനുള്ള പവർ ഉണ്ട്. അതുപോലെ തന്നെ ഇൻ അഡീഷൻ ടു ഇനാക്ടിങ് ലോസ് അവർ എന്ത് ചെയ്യും, ലെജിസ്ലേറ്റീവ് ഹാവ് അതോറിറ്റി ടു റൈസ് ടാക്സസ് റൈസ് ചെയ്യാനും ആൻഡ് അഡോപ്റ്റ് ദ ബഡ്ജറ്റ് ആൻഡ് അതർ മണി ബിൽസ്. ഇതാണ് ലെജിസ്ലേച്ചർ. ഇനി ഓഫീസ് മെമ്മറാൻഡം, ഫസ്റ്റ് നമ്മൾ ചാപ്റ്റർ തുടങ്ങിയ ഒരു ഓഫീസ് മെമ്മറാൻഡത്തിലായിരുന്നു അല്ലെ. A communication issued by an appropriate authority stating the policy or decision of the government. ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂഡ് ബൈ ദി അപ്രോപ്രിയേറ്റ് അതോറിറ്റി ആണ് ഒരു പോളിസി പറയുന്നതിന്, അതാണ് ഓഫീസ് മെമ്മറാൻഡം. നമ്മൾ പഠിച്ചിട്ടുള്ള ഓഫീസ് മെമ്മറാൻഡം എന്തായിരുന്നു, അതെ 27% റിസർവേഷൻ ആയിരുന്നു അല്ലെ. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസിന് എന്താ ഗവൺമെന്റ് ജോബില് 27% റിസർവേഷൻ കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഓഫീസ് മെമ്മറാൻഡമാണ് നമ്മൾ ചാപ്റ്ററിൽ കണ്ടത്. ഇനി നെക്സ്റ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഫോർ റെഗുലേറ്റിംഗ് ദ കണ്ടക്ട് ഓഫ് ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് ഇൻ ദി കൺട്രി. സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഫോർ റെഗുലേറ്റിംഗ് ദ കണ്ടക്ട് ഓഫ് ഗവൺമെന്റ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ കണ്ടക്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സിനെയാണ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ റിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് reservations, a policy that declares some positions in government employment and educational institutions reserved for people and communities who have been discriminated against or disadvantaged ആൻഡ് ബാക്ക്വേർഡ്. അപ്പം റിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പോളിസിയാണ് ദാറ്റ് ഡിക്ലെയർസ് സം പൊസിഷൻ ഇൻ ഗവൺമെന്റ് എംപ്ലോയ്മെന്റ്. ഗവൺമെന്റ് എംപ്ലോയ്മെന്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ആർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെക്കുക, പീപ്പിൾ ആൻഡ് കമ്മ്യൂണിറ്റീസ് ഹു ഹാവ് ബീൻ ഡിസ്ക്രിമിനേറ്റഡ് അഗൈൻസ്റ്റ് അല്ലെ, ഡിസ്ക്രിമിനേഷൻ അല്ലെ വിവേചനം അനുഭവപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ആയിട്ടാണെങ്കിലോ ജോലിക്കായിട്ടോ ഒക്കെ ആയിട്ട് സീറ്റുകള് റിസർവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, റിസർവേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് പൊളിറ്റിക്കൽ അസോസിയേഷൻ occupying a definite territory, having organized government and possessing power to make domestic and foreign policies. Government may change, but the state continues. In common speech, the terms country, nation ആൻഡ് സ്റ്റേറ്റ് ആർ യൂസ്ഡ് ആസ് സിനോണിംസ്. അപ്പൊ നമ്മള് കോമൺ സ്പീച്ചിൽ നമ്മൾ കൺട്രി എന്ന് പറയുന്ന പോലെ തന്നെ സിനോണിമസ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ് ആണ് ഇതെന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ആയിട്ട് കുറച്ച് പഠിച്ച ഗ്ലോസറിയിൽ ഏതൊക്കെയായിരുന്നു മക്കളെ പഠിച്ചത്? കോalition ഗവൺമെന്റ് പഠിച്ചു. എക്സിക്യൂട്ടീവ് കോalition ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്ക് മെജോറിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ 2 or 3 അതിൽ കൂടുതലോ പാർട്ടീസ് ചേർന്നിട്ട് മെജോറിറ്റി ഫോം ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് എന്താന്ന് പഠിച്ചു, ഗവൺമെന്റ് എന്താന്ന് പറഞ്ഞു, ജുഡീഷ്യറി എന്താന്ന് പറഞ്ഞു, ലെജിസ്ലേച്ചർ എന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഓഫീസ് മെമ്മറാൻഡം എന്താന്ന് പറഞ്ഞു, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താന്ന് പറഞ്ഞു, റിസർവേഷൻ എന്താന്ന് പറഞ്ഞു, ലാസ്റ്റ് ആയിട്ട് സ്റ്റേറ്റ് എന്താന്ന് പറഞ്ഞു. സോ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ഗ്ലോസറിയിൽ പഠിച്ചത്. അപ്പം ഈ ഒരു ചാപ്റ്റർ അല്ലെ വർക്കിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പാർലമെന്റ് പഠിച്ചു, പിന്നെന്താണ് ലോക്സഭയും രാജ്യസഭയും പഠിച്ചു അല്ലെ, 2 ഹൗസസ്, ലോക്സഭ പഠിച്ചു, രാജ്യസഭ പഠിച്ചു. പിന്നെ ഫസ്റ്റ് നമ്മൾ തുടങ്ങിയത് ഗവൺമെന്റ് ഓർഡറും റിലേറ്റഡ് കാര്യങ്ങളും അല്ലെ, ഗവൺമെന്റ് ഓർഡറും അത് റിലേറ്റഡ് ലോ ആയിട്ട് അമെന്റ്മെന്റും ആ കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ നമ്മൾ പ്രസിഡന്റ് പവർ ഓഫ് പ്രൈം മിനിസ്റ്റർ പഠിച്ചു, പവർ ഓഫ് പ്രസിഡന്റ് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ജുഡീഷ്യറി അല്ലെ, ജുഡീഷ്യറി നീതിന്യായം എങ്ങനെയാണ്, ജുഡീഷ്യറി എങ്ങനെയാണ് പോകുന്നതെന്നും പഠിച്ചു. സോ അതിനുശേഷം നമ്മൾ കുറച്ച് ഗ്ലോസറിയിൽ ഉള്ള വേർഡ്സ് ഒക്കെ പഠിച്ചു. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് വർക്കിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. താങ്ക് യു.